ഈ നെക്സ്റ്റ് ഒരു വമ്പൻ ടോപ്പിക്കിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അതായത് എർത്തിൻ്റെ മാഗ്നറ്റിസം. ഗൈസ്, ഇത് വളരെ വളരെ സിമ്പിളായിട്ട് പഠിച്ചു പോകാം. സിമ്പിളായിട്ട് അർത്ഥം മനസ്സിലാക്കി. ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ആകെ ഒരു ചെറിയ ഇക്വേഷൻ മാത്രമേ ഇതിനുള്ളൂ. പിന്നെ സന്തോഷകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോബ്ലംസ് വളരെ എളുപ്പമാണ്. സോ ന്യൂമറിക്കൽ സെക്ഷൻ ഈസ് വെരി വെരി സ്മോൾ ഇൻ ദിസ് സെക്ഷൻ, റൈറ്റ്? അപ്പോൾ ബുദ്ധിമുട്ട് എന്താ? അതിൻ്റെ തിയറി അർത്ഥം മാത്രം മനസ്സിലാക്കുക. അത് കാണാപ്പാടം പഠിച്ചു വിചാരിച്ചിട്ട് രക്ഷപ്പെടും വിചാരിക്കേണ്ട. യു ക്യാൻ നെവർ അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക് ബൈ ഹാർട്ടിങ്, റൈറ്റ്? Right. So the topic is Earth's magnetism. Earth's magnetism. അല്ലേ? അപ്പോൾ പേര് കേട്ടിട്ട് അറിയേണ്ടാവും എന്തിനെ പറ്റിയിട്ടായിരിക്കും. ഭൂമിയുടെ മാഗ്നറ്റിസത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകണം, റൈറ്റ്? അപ്പോൾ ഇതെന്താ, നമുക്കൊരു കാര്യം അറിയാമല്ലോ. ഒരു മാഗ്നറ്റ് വെക്കുകയാണെങ്കിൽ അത് എപ്പോഴും എന്ത് ഡയറക്ഷനിലാണ് വെക്കുക? പൊസിഷൻ ചെയ്യും. നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ തന്നെയാണ് പൊസിഷൻ ചെയ്യും. പിന്നെ അറിയേണ്ട കാര്യം, എർത്തിൻ്റെ മാഗ്നറ്റിസത്തിൻ്റെ പവർ അല്ല, ഇൻ ടെസ്ല. ഹൗ മച്ച് ഇറ്റ് ഈസ് 10⁻⁻5 ടെസ്ല, റൈറ്റ്? എർത്തിൻ്റെ മാഗ്നറ്റിസത്തിൻ്റെ വാല്യൂ ആണ് 10⁻⁻5 ടെസ്ല ഇൻ ഓർ ഓക്കെ. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യാം, ഓർ ഇറ്റ് വിൽ ബി യൂഷ്വലി പ്രൊവൈഡഡ് ഇൻ ഇഫ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ്, റൈറ്റ്? ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ഒറിജിൻ. അതായത് എർത്തിൻ്റെ മാഗ്നറ്റിസത്തിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ് അതിൻ്റെ ഉറവിടം? ഫ്രം വേർ എർത്ത് ഈസ് ഗെറ്റിംഗ് ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അപ്പോൾ പണ്ട് ഇനീഷ്യലി നമുക്ക് മാഗ്നറ്റൊക്കെ പെർമനൻറ്റ് മാഗ്നറ്റൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം തോന്നി എർത്തിൻ്റെ അടുത്ത് കോമ്പസ് ഇങ്ങനെ നോർത്ത് സൗത്ത് ആയിട്ടൊക്കെ ഡയറക്ഷനിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ എർത്തിന് സ്വന്തമായ മാഗ്നറ്റിസം ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ? അങ്ങനെ മാഗ്നറ്റിസം ഉണ്ടാവണമെങ്കിൽ എർത്തിൻ്റെ ഉള്ളിൽ, അതായത് കോർ ഭാഗത്ത്, ദ കോർ പാർട്ട് ഓഫ് ദ എർത്ത് ഈസ് ഹാവിങ് എ മാഗ്നറ്റ്. ഇതാണ് ആദ്യത്തെ വിശ്വാസമായിരുന്നു കേട്ടോ. എന്താണ്? core of the earth is having a magnet, that due to which the earth is having magnetism property എന്നാണ് ഇനീഷ്യൽ നമ്മുടെ പൂർവികന്മാരൊക്കെ വിചാരിച്ചത്. പൂർവികം എന്ന് പറഞ്ഞാൽ നമ്മുടെ സയൻറ്റിസ്റ്റ് അടക്കം, റൈറ്റ്? പക്ഷേ ആ തിയറിനെ ഫോൾസിഫൈ ചെയ്തു, ദാറ്റ് ഇസ് ഇറ്റ് ഇസ് റോങ് എന്ന് വേറെ പിന്നത്തെ കാര്യങ്ങളിൽ അറിഞ്ഞു. എന്തുകൊണ്ടാണ്? സപ്പോസ് ഇതിവിടെ ഒരു മാഗ്നറ്റ് ഉണ്ടായി എന്ന് തന്നെ വിചാരിക്കട്ടെ. സപ്പോസ് ദർ വാസ് മാഗ്നറ്റ് ഇൻസൈഡ് എർത്ത് കോർ. അങ്ങനെയാണെങ്കിൽ എർത്ത് കോറിന് ഹൈ ടെമ്പറേച്ചറില്ലേ? അത് നമുക്കറിയാമല്ലോ, ലാവൊക്കെ ഉള്ളത്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഈ മാഗ്നറ്റ് എന്താവുമായിരുന്നു? ഉരുകിപ്പോവും അല്ലേ? ഉരുകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ടോ? ഇല്ല. അത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ അറിയാം. ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ട്, റൈറ്റ്? ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ എർത്ത് ഇസ് വെരി ഹൈ, റൈറ്റ്? അപ്പോൾ അവിടെ ഒരു മെറ്റീരിയൽ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഒരു മെറ്റീരിയലിന് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിനൊരു ടെമ്പറേച്ചർ ക്രൈറ്റീരിയ ഉണ്ട്. അതിന് ക്യൂറി ടെമ്പറേച്ചർ എന്ന് പറയും, വിച്ച് വിൽ ലേൺ ലേറ്റർ ഓൺ ഇൻ ദിസ് ചാപ്റ്റർ ഇറ്റ് സെൽഫ്, റൈറ്റ്? അപ്പോൾ ക്യൂറി ടെമ്പറേച്ചറിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ ഒരു വസ്തുവിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യാൻ കഴിയില്ല, റൈറ്റ്? എർത്തിൻ്റെ കോറിലുള്ള ടെമ്പറേച്ചർ ഇസ് വെരി വെരി ഹൈ വെൻ കമ്പയർഡ് ടു ക്യൂറീസ് ടെമ്പറേച്ചർ. ഇതെന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് പഠിക്കും കേട്ടോ. ന്യൂറീസ് ടെമ്പറേച്ചറിനെ കമ്പയർ ചെയ്യുമ്പോൾ എർത്തിൻ്റെ കോറിൻ്റെ ടെമ്പറേച്ചർ വളരെ വളരെ കൂടുതലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കോറിൽ ഒരിക്കലും ഒരു മാഗ്നറ്റിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് വൈ ദിസ് തിയറി വാസ് ഫോൾസിഫൈഡ്. ക്ലിയർ? അപ്പോൾ ഇപ്പോഴും പഠിക്കപ്പെടുന്ന ഒരു സെക്ഷനാണ് കേട്ടോ എർത്ത് മാഗ്നറ്റിസം. ഇപ്പോഴും 100% ഷുവറിൽ ആർക്കും പറയാൻ പറ്റുന്നില്ല എർത്തിൻ്റെ മാഗ്നറ്റിസത്തിൻ്റെ കാരണം എന്താണ്. ദേ ആർ നോട്ട് ഏബിൾ ടു, ദ സയൻറ്റിസ്റ്റ് ഹാവ് നോട്ട് ഗിവൺ 100% കൺഫർമേഷൻ വിത്ത് പ്രൂഫ്, റൈറ്റ്? അപ്പോൾ തിയറിറ്റിക്കലായിട്ട് മാക്സിമമായിട്ട് ട്രൂ ആകാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന തിയറിയാണ് നമ്മൾ ഈ ചാപ്റ്ററിലോ അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചിട്ടുള്ള തിയറി എന്താണെന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ പോകണം. സോ മോസ്റ്റ് ആക്സെപ്റ്റഡ് തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ്, ഇപ്പോൾ ഈ എർത്തിൻ്റെ ഉള്ളിൽ മെറ്റാലിക് ഫ്ലൂയിഡ് ഉണ്ടെന്നറിയാം. എന്താണ് എർത്തിൻ്റെ ഉള്ളിൽ മെറ്റാലിക് കോറിൽ? അതൊക്കെ നിങ്ങൾ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുള്ളതാണ്. യു ഗൈസ് ഹാവ് ലേൺഡ് ഇൻ ജോഗ്രഫി. സോ ഈ മോൾട്ടൺ ലാവ ആയിരിക്കും അല്ലേ? അതെന്തൊക്കെ കൂടിയിട്ടുള്ളത്? അയേണും നിക്കൽ അങ്ങനത്തെ മെറ്റൽസൊക്കെ കൂടിയിട്ടാണ് ഈ മോൾട്ടൺ ഫോം ഉണ്ടായിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഈ മോൾട്ടനും നിക്കലും ഹൈ ടെമ്പറേച്ചറിലല്ലേ ഇരിക്കുന്നത്, അല്ലേ? ഹൈ ടെമ്പറേച്ചറിനാകുമ്പോൾ ദേ ബിക്കം അയോൺസ്, അല്ലേ? അയോൺസ് ആവുകയെന്നുണ്ടെങ്കിൽ FE എന്താവും? FE+ ആവാം, അല്ലെങ്കിൽ FE2+ ആവാം. അതായത് ഇറ്റ് ലൂസസ് ഇലക്ട്രോൺസ്, റൈറ്റ്? ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് അയണൈസ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഫ്രം ഈ അയോണിൻ്റെ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ജമ്പ് ചെയ്യും, അല്ലേ? ജമ്പ് ചെയ്ത് പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് ഇത് FE+ അല്ലെങ്കിൽ NI+ ആയിട്ടൊക്കെ മാറുന്നത്.
അപ്പോൾ അയോൺസായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരെന്തായി ചാർജായി അല്ലേ. അയോൺസ് ആവുക പറഞ്ഞാൽ എന്താ, ദേ ആർ പോസിറ്റീവ്ലി ചാർജ് മെറ്റീരിയൽസ് Fe+. അപ്പോൾ അതെന്ത് ചെയ്യും, റിവോൾവ് ചെയ്യാൻ തുടങ്ങും ഇൻസൈഡ് ഹിയർ. ഈ മോൾട്ടൻ്റെ ഉള്ളിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇൻ മോൾട്ടൺ സെക്ഷൻ ദ ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ, സോ ദ മെറ്റൽസ് അയൺ ആൻഡ് നിക്കൽ ഓൾസോ ഗെറ്റ് മോൾട്ടൺ and they get what, due to high temperature they get ionized into Fe+ and Ni+ by the loss of electrons. Now this Fe+ and Ni+ are just like two charges, and the charges always try to move in a rotating manner. മൂവ് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ചാർജ് എന്ത് കോസ് ചെയ്യും, കറണ്ട് കോസ് ചെയ്യും, റൈറ്റ്. ദിസ് റൊട്ടേറ്റിംഗ് അയോൺസ് വിച്ച് ആർ ജസ്റ്റ് ലൈക്ക് ചാർജസ്, ദേ പ്രൊഡ്യൂസ് വാട്ട്, കറണ്ട്, റൈറ്റ്. അപ്പം നമുക്കറിയാലോ കറണ്ട്. ഇപ്പോൾ നോക്കി, ഇപ്പോൾ ഇതിന് ഞാനൊരു പാത്ത് വരയ്ക്കാണ് കേട്ടോ. ഇതാണ് എർത്ത്. ഇപ്പം ഞാൻ മോൾട്ടൻ്റെ ഇതിലുള്ള ഒരു അയോൺ Fe+ ചാർജ് ഇത് മൂവ് ചെയ്യാണ് അല്ലേ. ഈ ചാർജ് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ കറണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ വരിക. അപ്പോൾ കറണ്ട് ഏത് ഡയറക്ഷനിലായിരിക്കും, ഇതായിരിക്കും അല്ലേ കറണ്ടിൻ്റെ ഡയറക്ഷൻ. സോ ദർ ഇസ് എ കറണ്ട് ഡയറക്ഷൻ. അപ്പോൾ ഈ ഇതിന് ഞാൻ ഒന്ന് കൂടി രണ്ടാമത് വരയ്ക്കുകയാണ്, ഇത് ഉള്ളിലത്തെ ഈ ഭാഗം മാത്രം. സോ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയല്ലേ. സോ ജസ്റ്റ് ലൈക്ക് എ കറണ്ട് ക്യാരിയിങ് കോയിൽ അല്ലേ. ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ മാതിരി അല്ലേ ഇത് കിടക്കുന്നത്. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കോയിൽ എന്ത് ചെയ്യും, ഇറ്റ് ഓൾവേസ് കോസസ് വാട്ട്, എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഡയറക്ഷൻ എങ്ങനെയാണ് നോക്കുക, ഇങ്ങനെ. അപ്പോൾ ഫീൽഡ് എങ്ങനെയാണ്, അപ്വേർഡ് ഡിറക്ഷൻ, ഇങ്ങനെ. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു, അല്ലേ. സോ ഇത് നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ വരുന്ന മാതിരി ഉണ്ടാവും. ക്ലിയർ ആവുന്നിരിക്കുന്നത്, റൈറ്റ്. സോ ദിസ് ഇസ് ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അപ്പോൾ ഇത് ഒരൊറ്റ ചാർജ് ആയിരിക്കില്ലല്ലോ, മില്യൻസ് ഒന്നുമല്ല, അതിൽ കൂടുതൽ നമ്പർ ഓഫ് ചാർജസ് ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ആൻഡ് ദേ ആർ കണ്ടിന്യൂസ്ലി റൊട്ടേറ്റിംഗ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് എ വാട്ട്, മൾട്ടിപ്പിൾ കോയിൽസ്, കറണ്ട് ക്യാരിങ് കോയിൽസ്. ദാറ്റ് മീൻസ് വെരി വെരി സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് ഇപ്പോൾ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി ഓഫ് വൈ ദർ ഇസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എർത്ത്. അപ്പോൾ ചോദിക്കും പ്രൂഫ് എന്താണെന്ന്. അതും തിയറിറ്റിക്കൽ പ്രൂഫ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഇപ്പോൾ നോക്കിയേ, മൂണിൻ്റെ കേസ്. മൂൺ, റൈറ്റ്. മൂൺ ഡസൻറ്റ് ഹാവ് എനി മാഗ്നറ്റിക് ഫീൽഡ് ഗൈസ്. മാഗ്നറ്റിക് ഫീൽഡ് അതിന് ഇല്ല, റൈറ്റ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ്, അതിൻ്റെ ഉള്ളിൽ മെറ്റാലിക് ഫ്ലൂയിഡ്സ് ഇല്ല. ഇൻസൈഡ് ദ കോർ ഓഫ് എന്താണ് മൂൺ മെറ്റാലിക് ഫ്ലൂയിഡ്സ് ഇല്ല എന്നല്ല കേട്ടോ, സ്കാർസ് ആണ്, വളരെ കുറവാണ്. സോ ദാറ്റ്സ് വൈ ദർ ഇസ് നോ മാഗ്നറ്റിക് ഫീൽഡ്, റൈറ്റ്. അപ്പോൾ മെറ്റാലിക് ഫ്ലൂയിഡ്സ് എന്തുണ്ട്, എർത്തിനുണ്ട്. അപ്പോൾ അതിനെന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, മൂണിന് മെറ്റാലിക് ഫ്ലൂയിഡ്സ് ഇല്ല, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡും ഇല്ല. നെക്സ്റ്റ് അതേമാതിരി വേറെ പ്ലാനറ്റ് കേട്ടിട്ടുണ്ടാവും, വീനസ്, റൈറ്റ്. വീനസിൻ്റെ റൊട്ടേഷൻ ഇസ് വെരി സ്ലോ ഗൈസ്. അത് സ്ലോ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പ്ലാനറ്റാണ്, അതെ. അപ്പോൾ എന്തായിരിക്കും, റൊട്ടേഷൻ കുറവായിരിക്കെങ്കിൽ എന്ത് കുറവായിരിക്കണം, ഇത് ഈ തിയറി പ്രകാരം കേട്ടോ, കറണ്ട് കുറവായിരിക്കും. കറണ്ട് കുറവാണെങ്കിൽ എന്തായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് വീക്കാണ്. So it is found that Venus is a planet with a weak magnetic field. Clear? Right. അതേമാതിരി വേറൊരു പ്ലാനറ്റാണ് ജൂപ്പിറ്റർ, റൈറ്റ്. അതിൻ്റെ റൊട്ടേഷൻ വളരെ വളരെ സ്പീഡിലാണ്. ഇറ്റ് ഇസ് വെരി ഫാസ്റ്റ്, റൈറ്റ്. ദാറ്റ് മീൻസ് ദ കറണ്ട് ഫ്ലോ വിൽ ബി വെരി ഹൈ. ദാറ്റ് മീൻസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് വാട്ട്, സ്ട്രോങ്. യെസ്, പ്രാക്ടിക്കലി ഇത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ജൂപ്പിറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആണ്, വീനസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വീക്കാണ്. അപ്പോൾ ഇതിൻ്റെ റീസൺസ് ഇതാണെന്ന് എടുക്കാം. റൊട്ടേഷൻസ് ഇയാളുടെ സ്ലോ ആണ്, ഇയാളുടെ ഫാസ്റ്റ് ആണ്. സോ കറണ്ട് കുറഞ്ഞും കൂടിയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കും അതിൻ്റെ വീക്കും സ്ട്രോങ്ങും ഫീൽഡ് ആവാനുള്ള കാരണം. ഇതാണ് ജസ്റ്റ് എൻ അസംഷൻ ഗൈസ്. ക്ലിയർ ആവുന്ന കേൾക്കുന്നത്. സോ വാട്ട് ഇസ് ദ മോസ്റ്റ് prominent theory which has been accepted why the earth is having a magnetic field or a strong magnetic field? Earth's core, which is a molten form, is having higher temperature. So definitely a permanent magnet cannot exist as it is inside a magnet, inside the earth. The second theory which is accepted is this molten form, which is made up of nickel and iron. Due to high temperature they get ionized, they lose electrons and they become charged ions. Charged ions means in sense positive charges, and these positive charges they are going to revolve around, right, they are either around their own atom form or different, or they will be having their own path. They will be rotating along in different paths, and this, due to this motion of charges, a current is present, right. Whenever a charge is moving, it produces current.
Now due to this current, I can say current is also flowing in a circular way, that is just like a current which is flowing in a circular coil, and a current carrying coil always produces a magnetic field. That means a magnetic field is caused by which particle? These ions, right? That means it is an accepted theory that discharged ions, that is of Fe plus and Ni plus or nickel plus, are those which are causing the magnetic field. And to prove that, we are having three extraterrestrial particles, that is Moon, Venus and Jupiter. Moon doesn't have any magnetic fluid, that means it shouldn't have magnetic field. Yes, it doesn't have a magnetic field. Now Venus, its rotation is slow, right? So that means the current should be less, so that means its magnetic field should be weak. Yes, its magnetic field is weak. Similarly in the case of Jupiter with a higher magnetic field. ഇത്രയും ക്ലിയർ ആയി വിചാരിക്കുന്നു.